ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർപിക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ പല കമ്പനികളും ഇഷ്ടം പോലെ വണ്ടികൾ വിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ ആ കൂട്ടത്തിൽ പെടാത്ത രണ്ട് കമ്പനികളാണ് സ്റ്റെല്ലാൻഡിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ജീപ്പും സിട്രോയിനും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിട്രോയിൻ്റെ ഒരു കേസ് സ്റ്റഡിയാണ്. ഇതിൽ ഈ വാഹനത്തിൻ്റെ അതായത് ഇവരുടെ ഓരോ വാഹനങ്ങളുടെയും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓഫേഴ്സ്, ഇയർ എൻഡ് ഓഫേഴ്സ് മെയിൻലി, അതുപോലെ തന്നെ ഇവരുടെ സെയിൽസ്, കുറച്ച് കാലമായിട്ട് ഇവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, സെയിൽസ് ചാർട്ടിലുള്ള പെർഫോമൻസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളിൽ പലർക്കും ഈ ഒരു കമ്പനിയെ പറ്റി അറിയുന്നതിന് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇവരിപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. എന്തായാലും ജസ്റ്റ് ഇവരുടെ അവസ്ഥ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്ത് തീർച്ചയായും കാണാം. സോ നമുക്ക് ആദ്യം തന്നെ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ചായി ബസോൾട്ടിനെ പറ്റി തന്നെ സംസാരിക്കാം. ഈ വണ്ടി ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, ജസ്റ്റ് 2024 ഓഗസ്റ്റിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇതിന് 4 മാസത്തെ സെയിൽസ് ലിസ്റ്റ് അവൈലബിൾ ആണ്. സോ ആദ്യം വണ്ടി ഇറങ്ങിയ സമയത്ത് നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സെയിൽ ഇതിന് ഓഗസ്റ്റിൽ ലഭിച്ചിട്ടുണ്ട്. 579 യൂണിറ്റ്സിൻ്റെ സെയിൽസാണ് ലഭിച്ചത്. ശരിക്കും ഒരു വണ്ടി പുതിയതായിട്ട് ഇറങ്ങുമ്പോൾ സെയിൽ കുറച്ച് താഴെ വരിക എന്ന് പറയുന്നത് നോർമലാണ്, അതിൻ്റെ പതുക്കെ കയറാറാനുള്ളത്. പക്ഷേ ഈ വാഹനത്തിൻ്റെ കേസിൽ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ആക്ച്വലി ഇതിൻ്റെ സെയിൽ ആദ്യ മാസം വന്നതിലും പിന്നെ താഴത്തേക്ക് അങ്ങോട്ട് വീണാണ് പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 341 വാഹനങ്ങളുടെ സെയിൽസ് മാത്രമാണ് ഇതിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒക്ടോബർ എടുക്കുകയാണെങ്കിൽ 221 ഇതിൻ്റെ സെയിൽസ് പിന്നെ താഴത്തേക്ക് വീണു. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ മാസം അതായത് നവംബറിൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 47 യൂണിറ്റ്സിൻ്റെ സെയിൽസ് മാത്രമാണ് ഇതിൽ ലഭിച്ചിട്ടുള്ളത്. അത് വളരെ മോശമാണ്. ആക്ച്വലി സിട്രോയിൻ്റെ കഴിഞ്ഞ മാസം സെയിൽസ് വന്നിട്ടുള്ള വാഹനങ്ങളിൽ C5 എയർക്രോസ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കുറവ് സെയിൽ വന്നിരിക്കുന്ന ബസാൾട്ടിനാണ്. ഈവൻ C3 എയർക്രോസ് ആയിക്കോട്ടെ, C3 ആയിക്കോട്ടെ, ഈ C3 വരെ ബസാൾട്ടിനേക്കാൾ കൂടുതൽ വിറ്റുപോയിട്ടുണ്ട്. അത് വളരെ മോശം സൈനാണ് കാണിക്കുന്നത്. സിട്രോയിൻ്റെ ബാക്കി വണ്ടികൾക്കല്ല, ബസാൾട്ടിൻ്റെ സെയിൽസ് വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമ്മളിനി ഇതിൻ്റെ ഇയർ ഓൺ ഇയറിൽ എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല സെയിൽ, ജസ്റ്റ് മന്ത് ഓൺ മന്ത് ബേസിൽ സെയിൽ കമ്പയർ ചെയ്യാനാണെങ്കിൽ ബസാൾട്ടിന് 174 വാഹനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒക്ടോബറിൽ 221 വാഹനങ്ങൾ സെയിൽസ് ആയിരുന്നു. 78.73% ഡീഗ്രോത്ത് റേറ്റ് നമുക്ക് പറയാം. സിട്രോയിൻ്റെ വാഹനങ്ങൾ വന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളതും ബസാൾട്ടിനാണ്. C5 എയർക്രോസ് ഒഴിച്ച് ചേർത്തി അതിന് പിന്നെ 100% ഡീഗ്രോത്ത് ആണ്. അതിനെപ്പറ്റി ഞാൻ പറയാം ലാസ്റ്റ്, കാരണം ഇപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഇനി ഡിസ്കൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ഈ വണ്ടിയിൽ കുറച്ചധികം കാലത്തേക്ക് അധികം ഡിസ്കൗണ്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സെയിൽ താഴെ വീഴാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഒരു ഡിസ്കൗണ്ട് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിനകത്ത് മാക്സിമം 80,000 വരെയുള്ള ഇയർ എൻഡ് ഡിസ്കൗണ്ടാണ് കിട്ടുന്നത്. എഗെയിൻ നിങ്ങൾ പോകുന്ന ഡീലേഴ്സ് അനുസരിച്ച് അവരുടെ ചിലപ്പോൾ ഡിസ്കൗണ്ട് വേരിയേഷൻ വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിനടുത്തോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലൊക്കെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളുടെ ബാർഗെയിൻ സ്കിൽസ് അനുസരിച്ച് കൊണ്ട് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ വണ്ടി ശരിക്കും നോക്കുകയാണെങ്കിൽ ഇത്രയും മോശം സെയിൽസ് വരേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഇത്രയും കാലം സിട്രോയിൻ്റെ ഏറ്റവും വലിയ ഒരു മോശം പോയിൻ്റായ ഫീച്ചേഴ്സിൻ്റെ കേസ് അവർ കുറേയൊക്കെ ഈ വണ്ടിയിൽ സോൾവ് ചെയ്തായിരുന്നു. ഈവൻ ദോ മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ മാത്രമുള്ള ഫീച്ചേഴ്സ് ഇപ്പോൾ നമ്മുടെ ടാറ്റ, മഹീന്ദ്ര, ഹ്യുണ്ടായി, കിയ തുടങ്ങിയ കമ്പനികളൊന്നും കൊടുക്കുന്ന അത്രയും ഫീച്ചേഴ്സൊന്നും അവർ കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു സാധാരണ കൺസ്യൂമറിന് വേണ്ട ഫീച്ചേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. പിന്നെ സേഫ്റ്റി, ഭാരത് എൻക്യാപ്പിൽ 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഒരു വാഹനത്തിന് ലഭിച്ചു. അപ്പോൾ ആ ഒരു കാര്യത്തിലും ആൾക്കാരുടെ സംശയം മാറി. കാരണം ഇനീഷ്യലി C3 ലാറ്റിൻ എൻക്യാപ്പിൽ എന്താണ് ക്രാഷ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 0 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. അതിൽ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തി. പക്ഷേ അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ലാറ്റിൻ എൻക്യാപ്പൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു എൻക്യാപ്പാണ്, നമ്മുടെ ഗ്ലോബൽ എൻക്യാപ്പ് പോലല്ല. പക്ഷേ ഈവൻ ദോ അങ്ങനെ കിട്ടിയെങ്കിൽ പോലും ആ ട്രാക്ക് റെക്കോർഡ് അവർ ഇന്ത്യൻ ഭാരത് എൻക്യാപ്പിലൊക്കെ സോൾവ് ചെയ്തായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ പാക്കേജ് ആയിരുന്നു. ആൻഡ് ഈവൻ 7.99 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 13.95 lakhs വരെയാണ് അതിന് മാക്സിമം പ്രൈസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകുന്നത്. അത് നമുക്കൊരു രീതിയിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം 1.2 ടർബോ എഞ്ചിൻ 10 lakhs അടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1.2 NA എഞ്ചിൻ ബേസിക് വേരിയൻസിൽ വരുന്നുണ്ട്. അതാണ് ഈ 8 to 10 lakhs ഇടയിൽ കിട്ടുന്നത്. അതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ബാക്കി ടർബോ എഞ്ചിൻസ് ഒക്കെ തീർച്ചയായും കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാക്കി കമ്പനികളുടെയൊക്കെ പ്രൈസ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഓട്ടോമാറ്റിക് വരുന്ന 6P ടോക്ക് കൺവേർട്ടർ ആണ്. അത് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറഞ്ഞ പ്രൈസിൽ കിട്ടുന്നുണ്ട്. ആൻഡ് ടർബോ എഞ്ചിൻ ആണെങ്കിലും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഫോക്സ്വാഗൻ്റെ 1 ലിറ്റർ TSIയുടെ തൊട്ട് താഴ്ത്ത് നിൽക്കുന്നുള്ളൂ. ബാക്കി ഈ സെഗ്മെൻറ്റിൽ വരുന്ന എണ്ണ എഞ്ചിൻസ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇത് തന്നെയാണ് ബെറ്റർ. ഇനി അടുത്ത C3 എയർക്രോസിൻ്റെ കേസ് നോക്കാം. ആക്ച്വലി ഈ വണ്ടിയുടെ പേര് ഇപ്പോൾ C3 എയർക്രോസ് എന്നല്ല, വെറും എയർക്രോസ് എന്നാണ്. ഈ വണ്ടിയുടെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ കാണിച്ച വേറൊരു മണ്ടത്തരാണ് C3 എയർക്രോസ് എന്ന് പറഞ്ഞ പേരിടല്. കാരണം ഓൾറെഡി C3 ഇന്ത്യയിൽ അത്ര പോപ്പുലർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് അല്ലായിരുന്നു. ആൾക്കാർക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. അതിൻ്റെ പേര് വെച്ചിട്ട് അവർ വീണ്ടും ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്ത്യക്കാർ വാങ്ങില്ല. മിക്ക വാഹനങ്ങളുടെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരു ചെറിയ വണ്ടിയുടെ പേര് ഒരു വലിയ വണ്ടിയുടെ പേരിൻ്റെ കൂടെ ചേർത്തൊക്കെ ഇറക്കുകയാണെങ്കിൽ അധികാരം പൊതുവെ വാങ്ങാറില്ല. ഇറക്കിയ സമയത്ത് തന്നെ ഇതിൻ്റെ പേര് ജസ്റ്റ് എയർക്രോസ് ഇട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ പൊസിഷനിങ് കിട്ടിയാണ്. പക്ഷെ എന്നാലും ഇറങ്ങിയ സമയത്ത് ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു, ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ അവർ ഈ അടുത്താണ് സോൾവ് ചെയ്തത്. ഇതാണ് സിട്രോയിൻ്റെ വേറൊരു പ്രശ്നം. ഇറക്കുമ്പോൾ തന്നെ എല്ലാ സംഭവങ്ങളും കൊടുക്കാറില്ല. എല്ലാം ഇങ്ങനെ പതുക്കെയാണ് കൊടുക്കാറുള്ളത്. ബസാൾട്ടിൻ്റെ കേസിൽ ആണ് അവരതൊക്കെ മാറ്റി എല്ലാം കൂടെ ഒരുമിച്ചാണ് കൊടുത്തത്. പക്ഷേ അതിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായി. എന്തായാലും C3 എയർക്രോസിൻ്റെ കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഇയർ ഓൺ ഇയറും അതുപോലെ കഴിഞ്ഞ മാസത്തെ സെയിലും വെച്ച് കമ്പയർ ചെയ്യാം. കാരണം ഇതിനെ നമ്മളിപ്പോൾ എല്ലാ മാസത്തെ സെയിൽ എടുക്കുകയാണെങ്കിൽ കുറച്ചധികം കാലമായി വണ്ടി ഇറങ്ങിയിട്ട് 1
വർഷത്തിന് മുകളിലായി, അതെല്ലാം കൂടെ നോക്കാൻ പറ്റില്ലല്ലോ. സോ കഴിഞ്ഞ മാസം അതായത് നവംബർ 2024 201 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. സിട്രോയിൻ്റെ ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ സെയിൽ കഴിഞ്ഞ മാസം ലഭിച്ചിട്ടുള്ള വണ്ടിയും കൂടി ആയിരുന്നു C3 എയർക്രോസ് ഓർ വെറും എയർക്രോസ്. ഇതിനെ ഇയർ ഓൺ ഇയർ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2023 നവംബറിൽ 249 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് ലഭിച്ചത്. സോ അപ്പോൾ 48 വണ്ടികളുടെ വ്യത്യാസം 19.28% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ മന്ത് ഓൺ മന്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒക്ടോബർ 2024 103 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു അവർക്ക് ലഭിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 98 വാഹനങ്ങളുടെ വ്യത്യാസവും 95.15% ഗ്രോത്ത് റേറ്റുമാണ് ഉള്ളത്. ആക്ച്വലി നമ്മൾ ഈ മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുന്ന സമയത്ത് ആകപ്പാടെ ഗ്രോത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു വാഹനം സിട്രോയിൻ്റെ C3 എയർക്രോസ് ഓർ വെറും എയർക്രോസ് എന്ന് പറഞ്ഞ ഈ വാഹനം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ സെയിൽസിൻ്റെ കാര്യം. ആക്ച്വലി നമ്മൾ ഇതിന് മുന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ C3 എയർക്രോസ് കുറച്ചുകൊണ്ട് സെയിൽസിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയി എന്നൊരു പരിധി വരെ പറയാം. ഇനി ഓഫേഴ്സ് എടുക്കുകയാണെങ്കിൽ 1.75 lakhs വരെയുള്ള മാക്സിമം ഓഫേഴ്സാണ് ഇപ്പോൾ ഈ വാഹനത്തിൽ കിട്ടുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. പിന്നെ ബസാൾട്ടിൽ വന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അവർ ഈ ഒരു വാഹനത്തിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ആ ഒരു കാര്യത്തിലും ഇനിയിപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ പോലും അവർ നേരത്തെ ഇത് ടർബോ എഞ്ചിൻ വെച്ച് മാത്രമേ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് 1.2 NA അതായത് ബസാൾട്ടിലുള്ള സെയിം എഞ്ചിനും അവൈലബിൾ ആണ്. 8.49 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 14.55 lakhs വരെയാണ് ഇപ്പോഴത്തെ ഈ വാഹനത്തിൻ്റെ മാക്സിമം പ്രൈസും പോകുന്നത്. സോ തീർച്ചയായും പ്രൈസ് പോയിന്റിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പം ഓട്ടോമാറ്റിക് ഒക്കെ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാഹനം സിട്രോയിൻ C3. ആക്ച്വലി ഇതൊരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ വോളിയൂംസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അത് തന്നെയാണ് ഈ വാഹനത്തിന് ഇല്ലാതെ പോയതും. ഇനീഷ്യലി ഇറക്കിയ സമയം മുതൽ ഇതുവരെ ഈ വാഹനത്തിന് അങ്ങനെ ഒരു മാസ് മാർക്കറ്റ് വോളിയം ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഈവൻ അറ്റ്ലീസ്റ്റ് 1000 വണ്ടികളെങ്കിലും വിറ്റാലെങ്കിലും അവർക്ക് കുറച്ച് പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ ഈ വണ്ടി 200-300 ആ റേഞ്ചിലൊക്കെ തന്നെയാണ് കുറേ കാലമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നമ്മളിപ്പം മന്ത്ലി സെയിലും ഇയർലി സെയിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 2024 നവംബറിൽ ഇതിന് 200 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. സിട്രോയിൻ C3 എയർക്രോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒറ്റ വണ്ടിയുടെ വ്യത്യാസമുള്ളൂ. അത് 201 ഇത് 200 ആണ്. അങ്ങനെയാണ് എയർക്രോസ് നമ്പർ 1 ഇത് നമ്പർ 2 എത്തിയത്. എനിവേ ഇയർ ഓൺ ഇയറിൽ കമ്പയർ ചെയ്യുമ്പോൾ നവംബർ 2023 265 വാഹനങ്ങളുടെ സെയിൽ ഇതിന് ലഭിച്ചായിരുന്നു. 65 വാഹനങ്ങളുടെ വ്യത്യാസം 24.53% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിന് തന്നെ മന്ത് ഓൺ മന്തിൽ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ 2024 300 വാഹനങ്ങളുടെ സെയിലും C3ക്ക് ലഭിച്ചായിരുന്നു. സോ അവിടെ വ്യത്യാസം 100 വാഹനങ്ങളുടെയും ഡീഗ്രോത്ത് പെർസെൻറ്റേജ് 33.33% ആണ്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും ഇയർ ഓൺ ഇയറിലും മന്ത് ഓൺ മന്തിലും രണ്ടിലും ഈ വാഹനത്തിന് ഡീഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. C3യും കൈൻഡ് ഓഫ് ഒരു അത്യാവശ്യം പൊട്ടൻഷ്യലുള്ള വണ്ടിയായിരുന്നു. പക്ഷേ ഒരു ഇനീഷ്യലി ഇറക്കിയപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ഭയങ്കര കോസ്റ്റ് കട്ടിംഗ് ഉള്ള ഒരു ചീപ്പ് വാഹനമായിട്ടാണ് അവർ ഇറക്കിയത്. അതും പ്രൈസും നമ്മൾ ബാക്കി ഇപ്പോൾ സ്വിഫ്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരുപാട് കുറവൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ് അത് അധികം ആൾക്കാർ റിസീവ് ചെയ്യാതെ പോയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ബസാൾട്ടിലുള്ള കുറേയൊക്കെ ഫീച്ചേഴ്സ് ഈ വാഹനത്തിലും അവൈലബിൾ ആണ്. പിന്നെ ടോപ്പ് എൻഡിൽ ടർബോ ഓട്ടോമാറ്റിക് അവർ കൊടുക്കുന്നുണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് വേറെ കാര്യം. പക്ഷേ അറ്റ്ലീസ്റ്റ് ഉണ്ട് എന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും സെയിൽസ് അങ്ങനെ അധികം ഈ വാഹനത്തിന് ഇപ്പോഴും ടേക്ക് ഓഫ് ചെയ്യുന്നില്ല. ഇതിനകത്ത് അവർക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് 1.2 NA എഞ്ചിൻ്റെ കൂടെ തന്നെ ഒരു ഓട്ടോമാറ്റിക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സ് ആയിരിക്കാം. കാരണം ആൾക്കാർക്ക് ഒരുപാട് ബഡ്ജറ്റ് ഇത്രയും ചെറിയ വാഹനത്തിൽ ഓട്ടോമാറ്റിക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പൊതുവെ താല്പര്യം ഉണ്ടാവാറില്ല. അവിടെയാണ് C3യുടെ ഇലക്ട്രിക് വേർഷൻ അതായത് ഈ C3യുടെ ഒരു പ്ലേസ് വരുന്നത്. ഈ വണ്ടിയിലും നമുക്ക് അത്യാവശ്യം ഓഫേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ സെയിൽ നോക്കിയിട്ട് രണ്ടിൻ്റെ ഓഫേഴ്സ് പറയാം. സോ ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ കഴിഞ്ഞ മാസത്തെ സെയിൽ വരുന്നത് ജസ്റ്റ് 61 വാഹനങ്ങളുടെയാണ്. പക്ഷേ നവംബർ 2023 അതായത് ഇയർ ഓൺ ഇയറിൽ വളരെ മോശം സെയിലായിരുന്നു. ജസ്റ്റ് 18 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം 238.89% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് എടുക്കുകയാണെങ്കിൽ ഒക്ടോബർ 2024 89 വാഹനങ്ങളുടെ സെയിൽ വന്നായിരുന്നു. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 28 വാഹനങ്ങളുടെ വ്യത്യാസവും 31.46% ഡീഗ്രോത്ത് റേറ്റും നമുക്ക് കാണാം. എന്തായാലും ഇയർ ഓൺ ഇയറിൽ സെയിൽ നന്നായിട്ട് കൂടിയെങ്കിലും മന്ത് ഓൺ മന്തിൽ സെയിൽ ഡ്രോപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അത് പിന്നെ ഇയറിൻ്റെ ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു വാഹനത്തിനും നമുക്ക് 100-ൽ താഴെ സെയിൽ വരിക എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇനി ഡിസ്കൗണ്ട്സിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ നോർമൽ C3യിൽ അതായത് പെട്രോൾ പവർഡ് C3യിൽ നമുക്ക് 1 lakh വരെയുള്ള മാക്സിമം ഡിസ്കൗണ്ട് ആണ് വരുന്നത്. പ്രൈസ് 6.16 lakhs സ്റ്റാർട്ട് ചെയ്ത് 10.27 lakhs വരെയാണ് മാക്സിമം പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഹനങ്ങളും പ്രൈസ് എക്സ്ഷോറുമാണ് കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ 10.27 lakhs വരെ പ്രൈസ് പോകേണ്ട റീസൺ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിനകത്ത് ടർബോ എഞ്ചിൻ്റെ കൂടെ ടോക്കൺ മീറ്റർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. അതുകൊണ്ട് ടോപ്പ് എൻ വേരിയൻറ്റ് വിത്ത് ഓട്ടോമാറ്റിക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓൺ റോഡ് ഏകദേശം 11.25-12 ലക്ഷം രൂപയുടെ അടുത്ത് വരെയൊക്കെ വരും. ഇനി ഈ C3 എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് മാക്സിമം ഇപ്പോൾ 80,000 വരെയുള്ള ഇയർ ഡിസ്കൗണ്ട് ആണ് കിട്ടുന്നത്. 12.76 lakhs പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് 13.56 lakhs വരെയാണ് മാക്സിമം എക്സ്ഷോറും പോകുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രൈസിംഗ് ആണ് ഇലക്ട്രിക് വാഹനം എന്നുള്ള കേസിൽ നോക്കുമ്പോൾ. കാരണം 29 kWh സൈസിലെ ബാറ്ററി പാക്ക് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് സെയിം റേഞ്ചിൽ കിട്ടുന്ന പഞ്ചീവിയാണ്, പക്ഷെ അത് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. പിന്നെ ഉള്ളത് ടിയാഗോ EV ആണ് എൻ്റെ താഴെ. അത് പക്ഷേ കുറച്ച് ചീപ്പാണ്, ബാറ്ററിയുടെ സൈസും ചെറുതാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത്യാവശ്യം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഡിസ്കൗണ്ടിലും കൂടുതൽ ഡിസ്കൗണ്ട് ചിലപ്പം പല ഡീലേഴ്സും തന്നേക്കാം. കാരണം അവരെ സ്റ്റോക്ക് യാർഡിൽ ചിലപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നുണ്ടാവാം. കുറേ കാലമായിട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ഇൻവെൻറ്ററി കൂടാതിരിക്കാനായിട്ട് ഒരു ഡിസ്കൗണ്ടിൽ വണ്ടി വിൽക്കാനും ചാൻസ് ഉണ്ട്.
ഇതാണോ സിട്രോൻ്റെ വാഹനം എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അല്ല എന്ന് പറയില്ല, പക്ഷേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അടുത്ത വർഷം ആകുമ്പോഴേക്കും പിന്നെ 2024 മോഡൽ ഇയറിൽ കിടക്കുന്ന വണ്ടികളും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടാൻ തുടങ്ങും. കാരണം 2025 പുതിയ വണ്ടികളായിരിക്കില്ല അപ്പോൾ വരുന്നത്. എന്തായാലും അതാണ് നമുക്ക് ഇവരുടെ മാസ് മാർക്കറ്റ് വണ്ടികളെ പറ്റി പറയാൻ പറ്റുന്നത്. പക്ഷേ സിട്രോൻ ആദ്യം 2021 ഇന്ത്യയിലേക്ക് വരുന്ന അവരുടെ C5 എയർക്രോസ് എന്ന് പറയുന്ന ഒരു CBU അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു വാഹനമായിട്ടാണ്. ഇതിൻ്റെ കേസ് ഞാൻ ഇത്രയും നേരം പറയാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെയിൽ ഇപ്പോൾ വളരെ 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 മോശമാണ്. കാരണം കഴിഞ്ഞ 6 മാസം നമ്മൾ എടുക്കുകയാണെങ്കിൽ ജസ്റ്റ് 6 വണ്ടികൾ മാത്രമാണ് ഇതാകപ്പാടെ വിറ്റ് പോയിട്ടുള്ളത്. അതും ആകപ്പാടെ ഒക്ടോബറിൽ എന്താണ് 4 വണ്ടികൾ വിറ്റുപോയി. ബാക്കി ഏതോ 2 മാസം ഓരോ വണ്ടി വെച്ച് വിറ്റു. ബാക്കി മാസങ്ങളിലെല്ലാത്തിലും 0 ആണ് ഈ വാഹനത്തിൻ്റെ സെയിൽ ഉണ്ടായിരുന്നത്. സോ അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കഴിഞ്ഞ മാസം നവംബറിലൊക്കെ ഇതിൻ്റെ സെയിൽ 0 ആണ്. ആൻഡ് ജൂണും ജൂലൈയും 0 ആണെന്ന് തോന്നുന്നു. ആകപ്പാടെ ഓഗസ്റ്റിലും സെപ്റ്റംബറിലും ഒരു വണ്ടി വിറ്റു. പിന്നെ ഒക്ടോബറിൽ 4 വണ്ടികളുടെ അടുത്ത് എന്താണ്ട് വിറ്റു. അതാണ് ഇതിൻ്റെ ഒരു സെയിൽ. അങ്ങനെയുള്ളൊരു വണ്ടിയെ പറ്റി ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ ഡിസ്കൗണ്ടൊക്കെ നിങ്ങൾ ബാർഗെയിൻ ചെയ്തതനുസരിച്ചിരിക്കും. ഇതിനിപ്പം പ്രത്യേകിച്ച് അങ്ങനെ ഡിസ്കൗണ്ടും പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. ഞാൻ നോക്കി, പക്ഷേ എവിടെയും കണ്ടില്ല കറക്റ്റായിട്ടുള്ളത്. ഇനി ഇത്രയൊക്കെ ലോസും സഹിച്ച് എന്തിനാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവർക്ക് എപ്പോൾ വേണേൽ നിർത്തി പൊക്കൂടെ എന്നുള്ളൊരു സംശയം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാം. വളരെ നല്ല സംശയം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം കൂടെ ക്ലിയർ ആക്കാനുണ്ട്. സിട്രോൻ എന്ന് പറയുന്ന ഇന്ത്യയിൽ വണ്ടി വിറ്റ് ജീവിക്കുന്ന ഒരു കമ്പനിയല്ല. അവർ വണ്ടി ഇവിടെ വിൽക്കുന്നതിലും കൂടുതൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ 2025 മുതലുള്ള കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ അവർ എക്സ്പോർട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ വിൽക്കുന്നതിലും കൂടുതൽ C3 എയർക്രോസ് ഒക്കെ അവർ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ഈ C3 അതുപോലെ C3 തുടങ്ങിയ വണ്ടികളാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ പ്രൊഡക്ഷൻ അവരുടെ 1.2 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ ഇവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഹബും ഇവിടെ തന്നെയാണ്. ഈ എഞ്ചിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ ഇത് പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്തുമാണ് അവർ മെയിനായിട്ട് ഇന്ത്യയിൽ സർവൈവ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം സിട്രോൻ്റെ വാഹനങ്ങൾ മാത്രമല്ല, അത് ബേസിക്കലി പ്യൂഷോയുടെ എഞ്ചിനാണ്. അത് അവരിവിടെ ലൈസൻസ് എടുത്ത് മാനുഫാക്ചർ ചെയ്യുന്നത് മാത്രം. ഇവരെല്ലാം സ്റ്റെല്ലാനസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്ന കമ്പനികളാണ്. ഓൾമോസ്റ്റ് 14-15 കമ്പനീസിനടുത്ത് സ്റ്റെല്ലാനസ് ഗ്രൂപ്പിന് അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്യൂഷോ ആയിക്കോട്ടെ, ഫിയറ്റ് ആയിക്കോട്ടെ, അതായത് FC ആയിക്കോട്ടെ, പിന്നെ ജീപ്പ് ആയിക്കോട്ടെ, അതുപോലെ ഇഷ്ടംപോലെ കമ്പനിയുണ്ട്. റാം, ഡോഡ്ജ്, അങ്ങനെ പല പല കമ്പനികളും സ്റ്റെല്ലാനസ് ഗ്രൂപ്പിന് അണ്ടറിൽ വരുന്നുണ്ട്. ഇതിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വണ്ടികൾ കൊടുക്കുന്ന കമ്പനികൾക്ക് വേണമെങ്കിൽ ഈ 1.2 ലിറ്റർ എണ്ണ എഞ്ചിൻ ഇവിടുന്ന് മാക്സിമം കുറഞ്ഞ റേറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് സിട്രോൻ അവർക്ക് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവരുടെ മെയിൻ ബിസിനസ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിട്രോൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അതുപോലെ ഇവിടെ എന്തിനാണ് വണ്ടികൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇവിടുത്തെ വണ്ടികളുടെ ഈ ഒരു സെയിൽ വെച്ച് സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ കാര്യമായിട്ട് വെറി ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇനിയിപ്പോൾ ഫിയറ്റിനൊക്കെ സംഭവിച്ച പോലെ ഇവർക്കും സംഭവിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണാൻ പറ്റുന്നത്. കാരണം 1.3 മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് എല്ലാ കമ്പനികളും ഇന്ത്യയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ ജസ്റ്റ് ഒരു BS6 എമിഷൻ നോംസ് വന്നപ്പോഴേക്കും ആ എഞ്ചിൻ പൊട്ടിപ്പോയി. ഒരു കമ്പനികൾക്ക് അത് വേണ്ടാതായി. അതോടെ ഫിയറ്റും ഇന്ത്യയിൽ നിന്ന് പോകേണ്ടി വന്നു. ഏതായാലും ഗൈസ്, നിങ്ങളുടെ വണ്ടിക്ക് ഏതെങ്കിലും നല്ല ആക്സസറീസോ അല്ലെങ്കിൽ ക്ലീനിങ് പ്രൊഡക്ട്സ് എന്തെങ്കിലും നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പ്രൊഡക്ട്സ് ചെക്ക് ചെയ്താൽ മതി. അതൊന്നെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.